ഹൈ ഗായ്സ്, അപ്പം എല്ലാവർക്കും ADN സ്കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് അത്ര ഹാപ്പി ആയിട്ടുള്ള ഡേ അല്ല. കാരണം നമ്മളുടെ ഈ ഒരു മിനി കൂപ്പർ, അപ്പോൾ നിങ്ങളെല്ലാം ഷോർട്സ് കൂടിയൊക്കെ കണ്ട ഈ ഒരു മിനി കൂപ്പർ ഇത് നമ്മൾ ബാക്ക് ടു സ്റ്റോക്ക് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാമെന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വണ്ടി ഇനി ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല ഗായ്സ്. കളറും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. എക്സ്ട്രാ ആയിട്ട് സ്പോയിലർ ബാക്കിൽ സ്റ്റിക്കർ നമുക്കെല്ലാം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം സ്റ്റോക്ക് ആക്കണം ഗൈസ്. ഈ എക്സോസ്റ്റ് പിന്നെ കമ്പനി സ്റ്റോക്കായിട്ട് വരുന്ന സാധനം അതുകൊണ്ട് നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അത് മാത്രമേ ഈ വണ്ടീനകത്ത് ഇതായിട്ട് ഉള്ളൂ. മറ്റെല്ലാ കാര്യവും നമ്മളിതിനകത്ത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വണ്ടി കുറച്ച് ലോവർ റേറ്റിട്ടുണ്ട്, അതൊക്കെ ബാക്കാക്കാം, സ്റ്റോക്കാക്കാൻ പോവാണ്. എന്താ ചെയ്യുക ഗൈസ്, നല്ല വിഷമമുണ്ട്. കാരണം ഒരുപാട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി വാങ്ങിയ വണ്ടിയാണ്. വാങ്ങി നല്ല രീതിയിൽ നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ബാക്ക് ടു സ്റ്റോക്ക് ഓക്കെ, എന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ. സോ നമ്മൾ എന്തായാലും വണ്ടി സ്റ്റോക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ്. കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പ് പല വഴിയാണ് കാണിച്ചത്, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ കൂടെ തന്നെ ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു സെയിം കളറാണ്. സോ വണ്ടി ഏതാണെന്ന് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ റിവീൽ ചെയ്യുന്നു. അല്ലേ വേണ്ട ഗൈസ്, ഇപ്പോൾ തന്നെ പറഞ്ഞേക്കും. വണ്ടി എന്ന് പറയുമ്പോൾ ഒരു R34 ആണ് ഗൈസ്. R34 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിസാൻ GTR R34 ആണ്. ഗോഡ്സില്ല എന്നൊക്കെ പറയുന്നത് സ്കൈലൈനാണ് ഗൈസ്. അപ്പം അവൻ നമ്മൾ അടുത്ത വീഡിയോ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും ഒന്ന് കാണിക്കാം. നമ്മുടെ രണ്ട് ഹോണ്ട സിവിക് ഉണ്ട്. ഇതിൽ രണ്ട് തരത്തിലുള്ള വണ്ടിയാണ്. ഒരു സെഡാനും പിന്നെ ഒരു അപ്പം ആ രണ്ട് വണ്ടി കാണിച്ചു തരണം. ഓ തട്ടി ഗൈസ്, കുഴപ്പമില്ല. നമുക്ക് ആ ഭാഗത്തൊക്കെ പെയിൻ്റ് അടിക്കാണ്ട്. ഒന്നാമത് ബമ്പറൊക്കെ നമ്മൾ മാറ്റി ഗൈസ്. അപ്പം ഇങ്ങനെ നേരെ അവിടെ ഗ്യാരേജ് ഇവിടെ തന്നെയാണ് ഗൈസ്. ഗ്യാരേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും വണ്ടിയുടെ അലോയ്സ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കാണ്ട്. അപ്പോൾ ഇന്നെന്തായാലും വണ്ടി കിട്ടില്ല, അപ്പോൾ നാളെ ആവും. സോ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കൊടുത്തിട്ട് പോവാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ്, ഇത് രണ്ടാമത്തെ ദിവസമായിരിക്കുകയാണ്. രണ്ടാമതല്ല, മൂന്നാമത്തെ ദിവസം ആയിരിക്കുകയാണ്. ഇൻറ്റീരിയറിൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ മാറ്റി നമ്മളെ സ്റ്റോക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾ ഒഴിവാക്കി സീറ്റ് കവർ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. അത് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇനി നമ്മുടെ പുറകു വശമൊക്കെ കാണിച്ചു തരാം. എക്സ്റ്റീരിയറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പണി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്കതൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ ഫൈനലി സ്റ്റോക്ക് ലുക്ക് വണ്ടിയുടെ. വണ്ടിയെല്ലാം കൂടി എന്തോ ആയിപ്പോയി ഗൈസ്. എനിക്കെന്തോ കാണുമ്പോൾ തന്നെ വല്ലാണ്ടാകുന്നു. അപ്പം വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ മാറ്റാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബാക്കിലെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ മാറ്റി, നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. വീലുകൾ സ്റ്റോക്ക് വീലാണ് വരുന്നത്. വീൽ കപ്പാണ് കഴിച്ചത്. അപ്പം പിന്നെ വലിയൊരു സ്പോയിലർ ഉണ്ടായിരുന്നു ബാക്കിലെല്ലാം മാറ്റി. നമ്മൾ കമ്പനി തരുന്ന സ്പോയിലറാണത്. സ്റ്റോക്കാണ് ഗൈസ്. പിന്നെ എക്സോസും കാര്യങ്ങളൊന്നും മാറ്റിയില്ല, കാരണം എല്ലാം സ്റ്റോക്കായിരുന്നു. മിനി കൂപ്പർ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ എക്സോസ്റ്റാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് വല്ലൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. പവറും കാര്യങ്ങളൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല ഗൈസ്. അത്യാവശ്യം നല്ല പവറുണ്ട് ഇപ്പോഴും. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, കാരണം വല്ലാണ്ട് മാറിപ്പോയി. വണ്ടിക്കെല്ലാം കൂടി മുട്ട അടിച്ചാൽ മാതിരിയായിപ്പോയി ഇപ്പോൾ വണ്ടിയെല്ലാം കൂടി. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ വണ്ടീനകത്ത് ഗ്രാഫിക്സൊക്കെ ചെയ്ത് സെറ്റാക്കി ഇറക്കും ഗൈസ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. വണ്ടി നമ്മൾ കിട്ടില്ല കംബാക്ക് വരുന്നതായിരിക്കും. ഗൈസ് പവർ മോനെ. അപ്പം ഈ ഒരു ടയർ ഏകദേശം തീരാറായ ഒരു ടയറാണ്. സോ നമുക്ക് ഈ ടയർ നാളെ കൊണ്ട് മാറ്റണം. അധികം ഡ്രിഫ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് ടയറെങ്ങാൻ പൊട്ടിക്കഴിഞ്ഞാൽ സീനാവും. അപ്പം നമുക്കെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നതായിരിക്കും.